ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ പരിസരങ്ങളിൽ എല്ലായിടത്തും ഇപ്പം പടക്കങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, പൂത്തിരികളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ കത്തിച്ച പടക്കത്തിൻ്റെ ബാക്കി ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ പരിസരത്തുള്ള കുട്ടികളെല്ലാവരും അവരിപ്പോൾ ചങ്ങനാശ്ശേരി ഒരു പുതിയൊരു നമ്മുടെ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായ ജനം. ഞാനവിടെ പോയിരുന്നു, അപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി പുതിയതായി നിർമ്മിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന 60-70 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ നമ്മുടെയൊക്കെ അഭിമാനവും അന്തസ്സും ലോകം മൊത്തം വാഴ്ത്തിപ്പാടിയ നമ്മുടെ ദേശീയ പതാക, വളരെ വലിയൊരു ദേശീയ പതാക അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതിങ്ങനെ കാറ്റിൽ പാറിപ്പാർന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. ഇതിലും വലിയ അന്തസ്സും അഭിമാനവും നമുക്ക് ലോകത്ത് വേറെ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? ലോകത്തിൻ്റെ എല്ലാ നെറുകയിലും ഇന്നിപ്പം ഈ ദേശീയ പതാക പാറിക്കളിക്കുന്നുണ്ട്. ഒരു ഇന്ത്യക്കാരനെന്ന് ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അന്തസ്സോടുകൂടി തലയുയർത്തി നിന്ന് സംസാരിക്കാനുള്ള അവകാശം നമുക്കിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ കാണുന്ന ത്രിവർണ്ണ പതാകയാണ്. ഈ ത്രിവർണ്ണ പതാക ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് കാറ്റുള്ള സമയത്ത് ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് മണിക്കൂർ, ഞാൻ 6-7 മണിക്കൂർ ഞാൻ അവിടെ നിന്നു. രാവിലത്തെ കാറ്റും തണുപ്പും മൂലം പതാക കാറ്റത്ത് പറക്കുന്നില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് മണിക്കൂർ അവിടെ നിന്ന് ആ പാറി കളിക്കുന്ന ത്രിവർണ്ണ പതാക നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്കെല്ലാവർക്കും, ഭാരതീയരായ നമുക്കെല്ലാവർക്കും ഒരുപാട് അന്തസ്സോടും അഭിമാനത്തോടും കൂടി നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ പതാക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ബ്ലോഗിലേക്കും ഒരുപാട് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരമായിക്കോട്ടെ അടുത്തതെന്ന് നിങ്ങൾക്കെല്ലാവരോടും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.